നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. പാലക്കാട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം എത്തി. സത്യത്തിൽ മാങ്കൂട്ടം പോലും വിചാരിച്ചാണല്ലോ ഇത്ര വലിയൊരു സ്വീകാര്യത രണ്ടാം വരവിൽ രാഹുലിന് ഉണ്ടാകുമെന്ന്. നമ്മൾ രണ്ടാം പിറവി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സ്വീകരണമൊക്കെ തന്നെ. DCCയും കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ അതായത് സ്വീകരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ എടുത്തു പറഞ്ഞിരുന്നു, നാളെയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, അതായത് മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അവിടെയുള്ള സ്ത്രീകളടക്കമുള്ളവരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. CPMന്റെ ഒരു ചീപ്പ് ഷോ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഒരു കോളാമ്പി കെട്ടിവെച്ച് നാട്ടുകാരെ, സ്ത്രീകളെ, കുട്ടികളെ, അമ്മ പെങ്ങന്മാരെ, നിങ്ങൾ പുറത്തിറങ്ങരുത്, കാട്ടുകോഴി ഇറങ്ങിയിട്ടുണ്ട്, പാലക്കാട് കാട്ടുകോഴി ഇറങ്ങിയിട്ടുണ്ട്, പീഡനവീരൻ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കഥകടച്ചകത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചീപ്പ് ഷോ നടന്നിട്ടുണ്ട്. ഇവിടെ VD സതീശൻ ഒറ്റപ്പെടുകയാണോ എന്ന ചോദ്യം ഉയരുന്നു. അതിന്റെ ചോദ്യം ഇതാണ്: VD സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ രാഹുലിന് വലിയൊരു പിന്തുണ കൊടുക്കുമ്പോൾ, ചേർത്ത് പിടിക്കുമ്പോൾ VD സതീശൻ ഞാൻ ആരാ മോനെ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയോ എന്നതാണ് ചോദ്യം. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ കേരളത്തിൽ ഒരു റോളും ഇല്ലാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അത് പ്രതിപക്ഷ നേതാവ് തന്നെ ചോദിച്ചിരുന്ന് മേടിച്ച ഒരു അവസ്ഥയാണ്. കിട്ടുന്ന വേദികളിലെല്ലാം കയറി ഇറങ്ങി ഇപ്പോൾ VD സതീശൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. രാഹുലിനെതിരെ വ്യക്തിപരമായ താല്പര്യത്തോടെയല്ല നടപടി സ്വീകരിച്ചത്, പാർട്ടിയുടെ ഏകകണ്ഠമായ തീരുമാനമായിരുന്നു മാറ്റി നിർത്തണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ രാഹുലിനെ മാറ്റി നിർത്തണമെന്ന് വലിയ രീതിയിൽ ഘോരഘോരം വാദിച്ച നേതാക്കൾ ആരുമില്ല. അവരെല്ലാം ഇപ്പോൾ രാഹുലിന്റെ പക്ഷത്തേക്ക് ചേക്കേറിക്കൊണ്ട് ഈ നടപടി മുഴുവൻ എടുത്തത് VD സതീശനാണ് എന്നുള്ള തരത്തിലേക്ക് മൊത്തത്തിലങ്ങ് വ്യാഖ്യാനിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അപകടം മണത്ത VD സതീശൻ ഇപ്പോൾ എല്ലായിടത്തും ആ ഒരു കാര്യം പറയേണ്ട സാഹചര്യമില്ലാത്ത വേദികളിൽ പോലും കയറി ചെന്ന് എന്ന് പറയുന്നത് രാഹുലിനെതിരെ പാർട്ടി എടുത്ത തീരുമാനമാണ് എന്നാണ്. അതായത് ആൾക്കാരോട് പറഞ്ഞു പതിപ്പിക്കുകയാണ്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലനിൽപ്പിന് ഇനിയിപ്പോൾ അതേ വഴിയുള്ളൂ. ഇവിടെയാണ് ഇതുമാത്രമല്ല, നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ അന്ന് ഒപ്പമുണ്ടായിരുന്ന നേമം സജീറാണ്. അപ്പോൾ അന്ന് നേമം സജീറിനെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. നടപടി ഉണ്ടാകുമെന്ന് സജീറിനോട് കടുപ്പിച്ച VD സതീശനെ നമ്മൾ കണ്ടതാണ്. പക്ഷേ തൊട്ടിപ്പുറത്ത് പാലക്കാടേക്ക് എത്തിയപ്പോഴത്തേക്ക് കഥയാകെ മാറി. എല്ലാ നേതാക്കളും, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരെല്ലാം തന്നെ രാഹുലിനെ കാണുന്നു, ചേർത്ത് പിടിക്കുന്നു, കൈ കൊടുക്കുന്നു, അവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അത്തരത്തിൽ മുഴുവൻ എതിരാളികളായിരുന്നു എന്ന് കണ്ടവരെയെല്ലാം സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടെത്തിക്കാൻ രാഹുലിന് കഴിഞ്ഞു. ഇവിടെ പൂർണ്ണമായും VD സതീശൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. VD സതീശന് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻപ് VD സതീശൻ പറഞ്ഞ ഒരു പ്രസ്താവന നമ്മൾ ഓർക്കണം. അതായത് UDFനെ അധികാരത്തിൽ 100 സീറ്റിലധികം അധികാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പ്രഖ്യാപിച്ച VD സതീശനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നുമില്ലാതെ UDF അധികാരത്തിൽ എത്തിയാലും എത്തിയില്ലേലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട ഗതികേടാണ് എത്തിയിരിക്കുന്നത്. എടുത്തുചാട്ടമായിരുന്നു VD സതീശന്റെ വലിയ എടുത്തുചാട്ടം ഈ കാര്യത്തിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ രാഹുലിനെ ഈ ഓഫീസ് വേദിയിലേക്ക്, MLAയുടെ ഓഫീസിലേക്ക് ആനയിച്ചപ്പോഴത്തേക്കും അവിടെയുള്ള ജനങ്ങൾ, സാധാരണക്കാരെ ജനങ്ങളായിരിക്കാം, പാർട്ടിയിൽ നേതാക്കൾ, ഈ അണികളായിരിക്കും, അവർ പറഞ്ഞത് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഓഫീസിലേക്ക് ആനയിക്കുന്നത് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല, മാധ്യമങ്ങളോട് ഇപ്പോൾ അഭിപ്രായം പറയാനൊന്നുമില്ല, ഇപ്പോൾ സംസാരിക്കാനില്ല, ഞാൻ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ പരമാവധി അകറ്റി നിർത്തുന്ന ഒരു നമ്മുടെ രാഹുലിനെ കാണാനും സാധിക്കുന്നുണ്ട്. ഇവിടെ രാഹുലിന്റെ ഒപ്പമുള്ള കോൺഗ്രസ് നേതാക്കളെ അല്ല, അണികളെ തൊടാൻ VD സതീശൻ പേടിയുണ്ടോ എന്ന ചോദ്യം. അണികളെ പോയിട്ട് ആരെയും, രാഹുലിനൊപ്പം നിൽക്കുന്ന ആരെയും ഇനി തൊടാൻ മടിക്കില്ല, തൊടാൻ ഒരു തരത്തിലും തയ്യാറാകില്ല VD സതീശൻ. കാരണം രാഹുലും ഷാഫിയും അവരുടെ ആ ഒരു പവർ എന്താണ് എന്നുള്ളത് ഈ ഒരു സംഭവത്തോടു കൂടി VD സതീശൻ കണ്ടു. നമുക്കറിയാം, രാഹുലിനെയും ഷാഫിയെയും ഒക്കെ ചേർത്ത് പിടിച്ച് ഇവരെല്ലാം VD സതീശന്റെ പിള്ളേർ എന്നായിരുന്നു മുൻപ് വരെ നമ്മൾ സൈബറിടത്തിൽ കണ്ടിരുന്നത്. ഈ പ്രശ്നങ്ങൾ, വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ. അതായത് അത്രത്തോളം വലിയൊരു ബോണ്ടിങ് ആയിരുന്നു ഇവരെല്ലാം തമ്മിലുണ്ടായിരുന്നത്. പൊടുന്നനെയാണ് ഇവരുടെ എല്ലാം കാലുവാരിക്കൊണ്ട് VD സതീശൻ ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് സ്ത്രീപക്ഷത്താണെന്ന് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ എല്ലാ കളികളും പൂർണ്ണമായും ഇപ്പോൾ VD സതീശന് എതിരായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, റിനിക്ക് ഈ പറയുന്ന VD സതീശനുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് കേരളം മുഴുവൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും എല്ലാവരും ഓർക്കുന്ന ഒരു കാര്യം,
വി ഡി സതീശന് മുൻപിൽ ഇങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടി പറയുമ്പോൾ വി ഡി സതീശൻ അത് പൊടുന്നനെ മാധ്യമങ്ങൾക്ക് മുൻപിലാണോ ആദ്യം തുറന്നടിച്ച് പറയേണ്ടത്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ മാധ്യമങ്ങൾക്ക് മുൻപിലേക്കാണോ പറഞ്ഞു വിടേണ്ടത്? പാർട്ടിയിൽ പരാതിപ്പെടാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും വി ഡി സതീശന് രാഹുലിനെതിരെ പരാതി കൊടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത് നാണം കെടുത്തി ഈ പാർട്ടിയെ. അതായത് നമ്മുടെ ഈ ഒരു വിവാദം വന്ന സമയത്ത് ഒന്ന് ഫോണിൽ എന്തോ സംസാരിച്ചു എന്ന് പറയുന്നു. ഫോണിൽ സംസാരിച്ചെടുക്കേണ്ട തീരുമാനമായിരുന്നല്ലോ ഇത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു വ്യക്തിയെ മാറ്റുമ്പോൾ ചെയ്യേണ്ടത്. ഒരു പക്ഷേ രാഹുലിനെ ഒന്ന് വീതി വിളിച്ചിരുന്നുവെങ്കിൽ രാഹുൽ ആ നിമിഷം തിരുവനന്തപുരത്ത് എത്തുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. നേരിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വി ഡി സതീശന് വ്യക്തമാകുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ആനക്കുഴിയിലേക്ക് വി ഡി ചെന്ന് വീഴേണ്ടത് വി ഡിയുടെ തന്നെ ഒരു എടുത്തുചാട്ടമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമല്ലോ. ഉറപ്പായിട്ടും വി ഡി സതീശൻ ഈ കാര്യത്തിൽ രാഹുൽ വിഷയത്തിൽ പൂർണ്ണമായും കൈവിട്ട കളിയാണ് വി ഡി സതീശൻ കളിച്ചത്. മുഖ്യമന്ത്രി കസേര നോട്ടമിട്ട് കളിച്ച കളിയാണത്. ഇതോടുകൂടി പാർട്ടിക്ക് മുഴുവനായും വ്യക്തമായിട്ടുണ്ട്. അതായത് ആരുടെയും കാലുവാരും വി ഡി സതീശൻ. ഇപ്പോൾ പലരെയും ചേർത്ത് നിർത്തി, പക്ഷേ അവർക്കൊക്കെ തിരിച്ചടികൾ വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് വി ഡിയുടെ പക്ഷത്തേക്ക് ആര് ചേക്കേറിയാലും അവർക്കെല്ലാം രാഹുലിന്റെ ഗതിയാണെന്നുള്ള ഒരു പൊതുബോധം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സൈബർ ഇടത്തിലൊക്കെ കോൺഗ്രസിന്റെ തന്നെ സൈബർ ഗ്രൂപ്പുകളിൽ വി ഡി സതീശനെതിരെ പൂര തെറിവിളിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. കേക്ക് അച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഹാസമാണ് വരുന്നത്. അത് റിനിയുമായിട്ട് ഒരു വേദിയിൽ കേക്ക് കട്ട് ചെയ്ത് സന്തോഷം പങ്കിടുന്ന ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണ് കേക്ക് അച്ഛൻ എന്ന തരത്തിലേക്കൊക്കെ വലിയ രീതിയിൽ പരിഹാസങ്ങൾ. എന്തിന് ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വരെ രാഹുലിനെ വെട്ടിമാറ്റുന്നതിൽ വലിയ റോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഗ്രൂപ്പുകളെല്ലാം പൂർണ്ണമായും രാഹുലിനൊപ്പം നിൽക്കുന്നു. എ ഗ്രൂപ്പാണ് പാലക്കാട് രാഹുൽ എത്തുന്നതിന് പൂർണ്ണ പിന്തുണ കൊടുത്തിപ്പോൾ നിൽക്കുന്നത്. അതായത് മൗന അനുവാദം കൊടുത്തു എന്ന് നമുക്ക് പറയാം. ഉറപ്പായിട്ടും. അപ്പൊ ഇത് പൂർണ്ണമായും രാഹുലിനെ വെട്ടാൻ ഒരു കൂട്ടർ കൃത്യമായ കളി കോൺഗ്രസിൽ നടത്തി. പക്ഷേ ഇപ്പോൾ അവരാരും പുറത്തേക്ക് വരുന്നില്ല. വി ഡി സതീശൻ എന്ന ഒരു ഒറ്റ പേര് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. വി ഡി സതീശന് ഇനി ഈ കാര്യത്തിൽ എന്ത് മറുപടി പറഞ്ഞാലും അണികൾ വിശ്വസിക്കാൻ പോകുന്നില്ല. വി ഡി സതീശന് പറയാനുള്ള ആ ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ പൂർണ്ണമായും രാഹുലിനെ വെട്ടിമാറ്റുന്ന തരത്തിൽ നിയമസഭയിൽ പോലും രാഹുലിനെ വരാൻ വലിയ രീതിയിൽ വേറെ ആരും എതിർത്തില്ല. പക്ഷേ വി ഡി സതീശൻ കട്ടയ്ക്ക് എതിർത്തു. അങ്ങനെ എതിർക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതേ ഉള്ളൂ. പാർട്ടിയുടെ ഒരു വേദിയിൽ പോലും അല്ല കയറിയിരുന്നത്. അവിടെ നിന്ന് മാറി ഒരു പ്രത്യേക ഇരിപ്പിടത്തിലായിരുന്നു രാഹുൽ ഇരുന്നത്. MLA-ക്ക് നിയമസഭയിൽ വരാൻ കഴിയില്ല, വരേണ്ട എന്ന് പറയാൻ എന്താണ് വി ഡി സതീശന് അവകാശമുള്ളത്? അയാൾ ഒരു MLA ആണ്, പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അയാൾക്ക് എല്ലാ അവകാശവും ഉണ്ട് ഈ പറയുന്ന നിയമസഭയിൽ വന്നിരിക്കാൻ. അന്ന് ഈ പറയുന്ന രാഹുലിനെ എതിർത്തപ്പോൾ രാഹുൽ വരേണ്ടതില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ഭരണപക്ഷ നിരയിൽ പീഡന കേസുകളിൽപ്പെട്ട ആൾക്കാർ അവിടെ ഇരിക്കുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് രാഹുലിന് വന്നുകൂടാ? പരാതിക്കാരികൾ പോലും ഇല്ലാത്ത ഒരു കേസിൽ എന്തിനാണ് രാഹുലിനെതിരെ ഇത്ര കർക്കശമായ നടപടികൾ വി ഡി സതീശൻ സ്വീകരിക്കുന്നത് എന്ന്? കഴിഞ്ഞ ദിവസം ഈ പാലക്കാടേക്ക് അദ്ദേഹം എത്തിയതിനു ശേഷം സമൂഹ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ നിങ്ങൾ വന്നത് നന്നായി, ഞങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളെ കൊണ്ടുവന്നത് എന്നുള്ള ആ രാഹുലിനെ ആവേശഭരിതമാക്കുന്ന ഒരുപാട് കമന്റുകൾ കണ്ടു. ഒപ്പം അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതാണ് സ്ത്രീകളുടെ പോസ്റ്റുകൾ. അതായത് സ്ത്രീകൾ, അമ്മമാർ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയാണ് രാഹുൽ വന്നത് എന്ന് പറയുന്നു. സീമാജി നായർ നമുക്കറിയാം, നടിയും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി തങ്ങൾക്കുള്ള അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് സീമാജി നായർ. ആദ്യഘട്ടത്തിൽ വിവാദം ഉണ്ടായ ഘട്ടത്തിലും സീമ കൃത്യമായി തന്നെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം സീമ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കേൾക്കാൻ ഇനി ബാക്കി തെറിവിളികളില്ല, കേൾക്കുന്നതിന് അങ്ങേയറ്റം വരെ കേട്ടു. എന്നാലും കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ദിവസമായിരുന്നു പാലക്കാട് രാഹുൽ എത്തിയത്. എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു ആരും കമന്റ് നോക്കരുത് എന്ന് പറയുമായിരുന്നു എന്ന് പറയും. കാരണം അത്രയ്ക്കും അറപ്പുള്ള പല കമന്റുകളുമാണ് രാഹുലിനെ പിന്തുണയ്ക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. ഒപ്പം എനിക്ക് ഈ ഒരു രാജ്യത്ത്, സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ കൃത്യമായി തന്നെ പറയും. അതായത് അവർ പറയുന്നത്, അവർ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ആരും ഇനി അവരെ കുറ്റപ്പെടുത്തി വരേണ്ടതില്ല, അവർക്ക് തോന്നുന്ന കാര്യം അവർ കൃത്യമായി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് സീമാജി നായർ ഒരു പോസ്റ്റ് ഇടുകയാണ്. സീമ നമുക്ക് ഒരു രാഷ്ട്രീയക്കാരിയെന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ചായ്വുള്ള ഒരു വ്യക്തിയാണോ നമുക്ക് കാണേണ്ടതില്ല. ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയായിട്ട് നമുക്ക് കണക്കാക്കാമല്ലോ. ഈ വീട്ടമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയുള്ള കേരളത്തിലെ പകുതിയിലധികം വീട്ടമ്മമാരും പറയുന്നതൊന്നല്ലേ? കാരണം രാഹുലിനെതിരെ ഇവിടെ വലിയൊരു ആദ്യം വിവാദം വന്ന സമയത്ത് വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കുമാണ് വിശ്വസിക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളതാണ്. അതായത് അമ്മമാർ പറയുന്ന ഒരു രാഹുലിനെ കുറിച്ച് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. പല അമ്മമാരെ നേരിട്ട് ഞാൻ കണ്ട എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഈ വാർത്ത പറയുമ്പോൾ അയ്യോ എന്നാലും രാഹുലിന്റെ കാര്യമല്ലേ, രാഹുൽ അങ്ങനെ ചെയ്യോ എന്നടക്കം ഇങ്ങനെ ചോദിച്ച രാഹുലിന് വേണ്ടി ദുഃഖിതരായ
പ്രതിസന്ധിയിലാവുന്ന അമ്മമാരെയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം ഈ ഓഫീസിലെത്തിയപ്പോഴത്തേക്കും സ്ത്രീകളാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അവർ കൈപിടിച്ചപ്പോഴും അവരുടെ സ്നേഹം കണ്ടപ്പോഴും സത്യത്തിൽ രാഹുലിന്റെ കണ്ണ് നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നുള്ളത്. അത് വൈകാരികമായ ഒരു നിമിഷങ്ങളിലൂടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് MLA ഓഫീസ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതായത് MLA ഓഫീസിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം നടന്നതാണ്. പക്ഷേ രാഹുൽ അവിടെ കയറി എന്നുള്ളതാണ്. അവിടെ രാഹുലിനെ പിന്തുണച്ച് നിന്നതാരാണ്? ഈ പ്രതിഷേധക്കാരെല്ലാം പിൻവാങ്ങിയതിന് ഒരു പ്രധാന കാരണമുണ്ട്. രാഹുലിന് ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, അതായത് പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളായിരുന്നു, സ്ത്രീകളായിരുന്നു. വലിയ ഒരു വിഭാഗം സ്ത്രീകൾ രാഹുലിനെ പിന്തുണച്ച് MLA ഓഫീസിലെത്തിയിരുന്നു. അതുകൊണ്ട് ആ ഒരു പിന്തുണ കണ്ടതുകൊണ്ട് തന്നെയാണ് BJPക്കും ഈ പറയുന്ന DYFI സംഘത്തിനും ഒക്കെ അടിപതറിയത്. അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത് അങ്ങനെയാണ്. പിന്നെ DYFIക്കാർ പറഞ്ഞല്ലോ, മറ്റേ കോളാമ്പിയിലൂടെ വിളിച്ചു പറഞ്ഞു, അമ്മമാരെ പെങ്ങന്മാരെ എല്ലാവരും വീട്ടിലിരുന്നോ, കാട്ടുകോഴി ഇറങ്ങിയിട്ടുണ്ട് എന്ന്. ഇവരുടെ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങൾക്ക് പോലും സുരക്ഷ കൊടുക്കാത്ത ആൾക്കാരാണ് ഈ വന്നിരുന്ന് കാട്ടുകോഴി ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അത് മറ്റൊരു കാര്യം. കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ, അതായത് വീട്ടമ്മ പറയുന്ന കാര്യമാണ്, ഭർത്താവിന്റെ സുഹൃത്തായ CPM DYFI നേതാവായിട്ടുള്ള വ്യക്തി, അദ്ദേഹവുമായിട്ട് ഈ ഭർത്താവ് എന്നും വീട്ടിൽ വരുമായിരുന്നു എന്ന്. അതിനുശേഷം ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഭക്ഷണം വിളമ്പി കൊടുക്കും. ഭർത്താവിനും ഇയാൾക്കും കൂടി ഭക്ഷണം വിളമ്പി കൊടുക്കും. ഈ CPM നേതാവിനും കൂടി ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അയാൾ ഇവരുടെ ശരീരത്തിലെ പല ഭാഗത്തും നുള്ളി വിടുമായിരുന്നു അത്രേ. ഇത് കണ്ടുകൊണ്ട് ഭർത്താവ് ചിരിച്ചുകൊണ്ടിരുന്നു. അവസാനം പറയുന്നു, അവന്റെ ആഗ്രഹമല്ലേ അങ്ങ് സാധിച്ചു കൊടുത്തേക്കുന്നു. അതാ, അപ്പൊ ഇത്തരത്തിൽ ചീഞ്ഞു നാറിയ കഥകൾ അവർക്കുണ്ട്. ആലപ്പുഴയിൽ കൂട്ടാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പല പെണ്ണുങ്ങളുടെയും, അതായത് CPM അനുഭാവികളായ പല സ്ത്രീകളുടെയും വീട്ടിൽ ഒളിക്യാമറ വെച്ചതിനും മറ്റേ കുളിസീൻ പിടിക്കാൻ പോയതിനുമൊക്കെയാണ്. അപ്പോൾ ചീഞ്ഞു നാറിയ കഥകൾ അവിടെ ഉള്ളപ്പോഴും തൊട്ടിപ്പുറത്തെ മറ്റേ കഥ നോക്കാനാണ് അവർക്ക് താല്പര്യം. അത് മറ്റൊരു കാര്യം. പക്ഷേ സീമാജി നായരും, നമ്മൾ രാഹുൽ ഈശ്വറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പറയേണ്ട ഒരു പേരാണ് സീമാജി നായർ. കാരണം അവർ വ്യക്തമായി തുടക്കം മുതൽ തന്നെ രാഹുലിൻ്റെ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അങ്ങേയറ്റം തെറിവിളി അവർ കേട്ടു. അതായത് സൈബർ ഗുണ്ടകളുടെ ഉൾപ്പെടെ ആക്രമണം നേരിട്ട ഒരാളാണ് സീമാജി നായർ. അപ്പോൾ അവരുടെ കൃത്യമായ പോയിന്റായിരുന്നു പറഞ്ഞത്. അവരുടെ ആ പോസ്റ്റുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ്, രാഹുൽ ഒരു ജനപ്രതിനിധിയാണെങ്കിലും അയാൾക്കൊരു പെൺകുട്ടിയോട് താല്പര്യം തോന്നിക്കൂടാ, പ്രണയം തോന്നിക്കൂടാ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഉഭയകക്ഷി സമ്മതത്തോടെ നടന്ന ഒരു കാര്യത്തിൽ എന്തിനാണ് ഇത്ര വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്? അയാൾക്ക് പറയാനുള്ള അവസരം കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഈ വിഷയത്തിൽ രാഹുലിന് പറയാൻ എവിടെയെങ്കിലും ഒരു അവസരം ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ലാതെ അയാൾക്ക് പറയാനുള്ള ഒരവസരം പോലും ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾ കൊടുത്തില്ല. നമ്മൾ കണ്ടതാണ്, റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള ചാനലുകൾ പല കള്ളക്കഥകളും മെനഞ്ഞുകൊണ്ട് വന്നിട്ട് ആ കള്ളക്കഥയ്ക്കനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഈ റിപ്പോർട്ടർ ചാനലിന് ഇത്ര വലിയ ധാർമ്മികത, മാധ്യമ ധാർമ്മികത അങ്ങ് തുളുമ്പി നിൽക്കുകയായിരുന്നുവെങ്കിൽ പരാതിക്കാരിയുള്ള വേടനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തിയ ആളാണ് അരുൺ. മാത്രമല്ല, മുൻ മാധ്യമ പ്രവർത്തക തന്നെ അവിടെയുള്ള പ്രധാനമായിട്ടുള്ള ഒരു എഡിറ്ററിന്റെ പേരിൽ പരാതി നൽകുകയും പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് പരാതി നൽകുകയും ചെയ്ത ആ പരാതി ഇപ്പോഴും റിപ്പോർട്ടർ TVയുടെ ചവിട്ടിക്കുട്ടയിലാണ് കിടക്കുന്നത്. അതെ, അപ്പോൾ ആ വേടനെ പോലെയുള്ളവരെ വിളിച്ചിരുത്തി വെളുപ്പിച്ച് ഇന്റർവ്യൂ കൊടുത്ത ആളാണ് ഈ അരുൺകുമാർ. ഒന്ന് ഓർത്ത് നോക്കണം, വേടൻ വന്ന് അന്നത്തെ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഏറ്റവും വിവാദപരമായ ഒരു പരാമർശമുണ്ട്. അതായത് ദളിതന്റെ DNA-യിൽ പഠിക്കാനുള്ളത് കഴിവില്ല എന്ന്. അത് കേട്ട് തല കുലുക്കിക്കൊണ്ടിരുന്ന ആളാണ് ഈ പറയുന്ന അരുൺ. അതിനെ എതിർക്കാൻ അയാൾ തയ്യാറായില്ല. എന്തുകൊണ്ട് അയാൾ തയ്യാറായില്ല? അത് ചോദ്യമല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഇവർക്ക് വേണ്ട ആൾക്കാരെ വിളിച്ചിരുത്തി വെളുപ്പിക്കുക, എന്നാൽ ഇവർക്ക് എതിരാളികൾ എന്ന് തോന്നുന്ന ആൾക്കാരെ തൊലപ്പിച്ചു കളയാൻ ഒരു ചാനൽ ഉൾപ്പെടെ പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം. ഇവിടുത്തെ മാധ്യമധർമ്മം എന്താണ് എന്നുള്ളത് നമുക്കതിൽ നിന്ന് ഊഹിക്കാവുന്ന കാര്യമാണ്. രാഹുലിൻ്റെ കേസിൽ രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു പരാതിക്കാരി കൊണ്ടുപോയി പരാതി കൊടുക്കട്ടെ, അവർക്കൊപ്പം ഞങ്ങൾ നിൽക്കും എന്നുള്ളത്. അല്ലാതെ ഈ ഫെമിനിസ്റ്റുകൾ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് ഇതൊരു വൈറൽ കേസാക്കി മാറ്റി ചർച്ചയാക്കാനും അന്തിചർച്ചയാക്കാനും മാത്രം ഇതിലൊന്നുമില്ല. ഫേമസ് ആവാനും ഒരു കൂട്ടർ നടത്തും. ഇതിനു മുൻപ് റിനി എന്ന് പറയുന്ന ഒരു നടി ഇവിടെ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. പറയുന്നുണ്ടല്ലോ, ചക്കരേ മോളെ പാലയിൽ വിളിച്ചു വരുന്ന ഇൻബോക്സിലെ കമന്റുകൾ ഇപ്പോൾ ഇല്ല, മെസ്സേജുകൾ ഇല്ല, വല്ലാത്തൊരു ഇടിവ് സംഭവിച്ചു, ഇങ്ങനെ ഞാൻ ഫേമസ് ആയതുകൊണ്ട് ആയിരിക്കാം എന്നാണ് പറയുന്നത്.
അല്ല അവർക്ക് പേടി കാണും. ഇനിയിപ്പോൾ ചക്കരയെന്ന് വിളിച്ച് ഇതിന് മുൻപ് ചക്കരയെന്ന് വിളിച്ച് മെസ്സേജ് അയച്ചവരുടെ കാര്യത്തിലൊന്നും ഇവർ പരാതി കൊടുക്കാതിരുന്നത് എന്താണെന്നേ. അതാണ് ഈ റിനി എന്ന് പറയുന്ന ഒരു ആളിനെ കേരളം ചർച്ചയാക്കിയത് എപ്പോഴാണ്? രാഹുൽ വിഷയം വന്നപ്പോൾ തന്നെയാണ്. ഈ ഇടയ്ക്കൊരു വലിയൊരു വീഡിയോ നമ്മൾ കണ്ടിരുന്നല്ലോ. അതായത് നടൻ പക്രു പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഈ പറയുന്ന റിനി വന്നിരിക്കുന്നു. റിനി പക്രുവിനോട് സംസാരിക്കുന്നു. പക്രു മൈൻഡ് പോലും ചെയ്യാതെ തിരിഞ്ഞിരിക്കുന്നു. പേടി കാണും ആർക്കാണെങ്കിലും. അപ്പോൾ ഇതാണ് ഈ റിനിയെ പോലെയുള്ളവർ പടച്ചുവിട്ട ഇത്തരത്തിലുള്ള പരാതികളുണ്ടല്ലോ, അതിവിടെ ശരിക്കും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പോലും സപ്പോർട്ട് കിട്ടാതെ പോകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഇപ്പോൾ പല സ്ത്രീകൾ അനുഭവിക്കുന്ന പല കേസുകളും പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നത് ഇത് വൈറലാവാൻ വേണ്ടിയുള്ള പണിയാണ് എന്ന്. അതായത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ട് അത് ധൈര്യപൂർവ്വം തുറന്നു പറയാൻ പരാതിപ്പെടാൻ വരുന്ന സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന ഒരു നിലപാടാണ് ഈ റിനിയെ പോലെ ഹണിയെ പോലെയുള്ളവർ കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് സ്ത്രീകൾക്ക് ഏറ്റവും ഇവിടുത്തെ സ്ത്രീകൾക്കാണ് ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു തിരിച്ചറിവ് ഇവിടുത്തെ സ്ത്രീകൾക്കുള്ളത് കൊണ്ടാണെന്ന് അവർ ഇതിനെയൊക്കെ ശക്തമായി എതിർക്കുന്നത്. സ്വപ്ന വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരു പരിധി വിട്ടു കഴിഞ്ഞപ്പോൾ അവരെ പിന്തുണയ്ക്കാൻ ആരെങ്കിലും തയ്യാറായോ? ഇല്ല. അതുപോലെ തന്നെ സോളാർ കേസിലെ നായിക, ഇപ്പോൾ അവർ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? രാഷ്ട്രീയപരമായിട്ടുള്ള പല കളികളും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ മണ്ടന്മാരല്ല, അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ നമുക്ക് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്ത മാത്രമായിരുന്നു അത് സത്യം എന്ന് വിശ്വസിക്കാൻ കഴിയും. ഇന്നിപ്പോൾ അതല്ല. ഈ നാട്ടിലെ ഓരോ മനുഷ്യനും ഓരോ മാധ്യമ പ്രവർത്തകനായി മാറിയിരിക്കുകയാണ്. കാരണം അവർ സത്യങ്ങൾ ചികയുന്നുണ്ട്, സത്യങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്, അപ്പോൾ തന്നെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ 100 ഇരട്ടി അറിവും നിരീക്ഷണവും രാഷ്ട്രീയ പാഠവും ഒക്കെ തന്നെ ഈ പറയുന്ന വ്യക്തികൾക്ക്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ വീക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടെന്ന് കാര്യം ഉറപ്പുണ്ട്. നമുക്ക് നമ്മുടെ ഈ ചാനൽ വാർത്തകൾ വരുന്ന അതിന്റെ താഴെ വരുന്ന കമന്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെക്കാൾ കൃത്യമായി ഈ കാര്യങ്ങൾ ആൾക്കാർ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിലൊന്നും ഇതുപോലെ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലത്തൊക്കെ ഈ സ്ത്രീ വിഷയവും പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയൊന്നും അത് നിലനിൽക്കാൻ പോകുന്നില്ല. അതിൻ്റെയൊക്കെ ആയുസ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയം, നിങ്ങൾക്ക് നേർക്ക് നേർ നിന്ന് രാഷ്ട്രീയം പറയാമെന്നേ, വിമർശിക്കാം. പക്ഷേ ഒരാളെ അങ്ങ് പൂർണ്ണമായും ചവിട്ടി തേക്കുന്ന നിലപാടിലേക്ക് അയാൾക്ക് പറയാനുള്ള അവസരം കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പരാതിക്കാരി ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ആ പെൺകുട്ടിയെ കേരള സമൂഹത്തിന് അറിയില്ല. അപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് പറയാനുള്ളതും കേൾക്കണം, രാഹുലിന് പറയാനുള്ളതും കേൾക്കണം. ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ. മുൻപ് പറഞ്ഞില്ലേ രാഹുലിന് അമ്മമാരുടെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന്. അതായത് കോൺഗ്രസിൽ ഈ അടുത്ത കാലത്തായിട്ട് വലിയ ഒരു പൊളിച്ചെഴുത്തിന് രാഹുലിനും ഷാഫിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒരു യുവനിര ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ആ യുവനിരയിൽ രാഹുലിനും ഷാഫിയെയും പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതിൽ അമ്മമാർക്ക് വലിയ പങ്കുണ്ട്. നമുക്കറിയാം പാലക്കാട് രാഹുലിൻ്റെ കൂടെ ഷാഫി പ്രചാരണത്തിന് ഇറങ്ങുന്ന ഘട്ടത്തിലൊക്കെ രാഹുലിനെയും ഷാഫിയെയും ചേർത്ത് പിടിച്ചത് ഒരുപാട് സ്ത്രീകളാണ്, അമ്മമാരാണ്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ വീട്ടിലെ ഒരു കുട്ടിയോടുള്ള ഒരു സ്നേഹവും ഒക്കെയാണ് അവർക്ക് ഈ പറയുന്ന രാഹുലിനോടും ഷാഫിയോടും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്. അവിടെയാണ് അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അതിലൊരു സംശയവുമില്ല. പക്ഷേ അയാൾക്ക് പറയാനുള്ള അവസരം കൊടുക്കണം. ഇങ്ങനെയുള്ള കേസ് എല്ലാം വരുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പറയാൻ അവകാശമുള്ളത്. നമ്മൾ അന്ന് ഒരു ബസ്സിലെ ഒരു വീഡിയോ കണ്ടിരുന്നില്ലേ, ഒരു പ്രായമായ ഒരാള്, അയാൾ ഫോണിലേക്കാണോ നോക്കിയത് അതോ അവരുടെ മാറിടത്തിലേക്കാണോ നോക്കിയത്? അവരൊരു വ്ളോഗറാണ്. പലരും പറയുന്നുണ്ട് അവര് റീച്ചിന് വേണ്ടി ചെയ്തൊരു കാര്യമാണെന്ന്. അപ്പോൾ എന്താണേലും അയാൾ പ്രായമായ ഒരു മനുഷ്യൻ, അയാൾക്കും പറയാനുള്ള ഒരു അവകാശമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അതിലേറ്റവും പ്രധാനം. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് കൃത്യമായി ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് രാഹുലിന് ഇത് വ്യക്തമായിട്ടുണ്ട്. ഈ ഒരു വ്യക്തത രാഹുലിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന പൂർണ്ണമായും പറയാം രാഹുലിനെ ഇവിടെ വരെ എത്തിച്ചതിൽ കോൺഗ്രസ്സുകാരേക്കാൾ വലിയ പങ്ക് CPM-നാണുള്ളത്. രാഹുലിനെ വളർത്തിയതിൽ ആവശ്യമില്ലാതെ ബൂസ്റ്റപ്പ് കൊടുത്തത് ഈ പറയുന്ന CPM-കാരാണ് രാഹുലിന്, വി ഡി സതീശൻ. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളും കൊണ്ടുവന്ന വി.ഡി. സതീശനും അടപടലം പെട്ടുപോയി. CPM നാണം കെടുകയും ചെയ്തു. അതാണ് ഈ ഒരു കാര്യം കൊണ്ടുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പാലക്കാട് വളരെ ശക്തനായ MLA ആയി അവിടെയുള്ള പാലക്കാട്ടെ ജനങ്ങളുടെ ആവശ്യം കേട്ടുകൊണ്ട് ഇപ്പോഴും പാലക്കാട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത്.